ഒരു നല്ല ഐഡിയ പറഞ്ഞതാടാ. എന്താ ഇത്? ഓ വന്നോ? രണ്ടുപേരും രാവിലെ തന്നെ തുടങ്ങിയോ? അത് ഒന്നുമില്ലമ്മേ, മണി അടുത്ത വീട്ടിലെ ആന്റിയെ ലൈൻ ഇട്ടോണ്ടിരിക്കല്ലേ. എന്താ കൊള്ളണ്ട, നാണം കണ്ടില്ലേ? ആദ്യം എഞ്ചിനീയർ സാറിനോട് ഒരു സ്കെയിൽ എടുത്ത് ഒരു നല്ല ലൈൻ ഇടാൻ പറ. അതിനുശേഷം മതി ബാക്കിയുള്ള ലൈൻ ഇടിയിലൊക്കെ. എന്താടി അതെനിക്ക് അറിഞ്ഞുകൂടെ? ഞാനൊന്ന് ലൈൻ വലിച്ചെന്ന് വെച്ചോ, പരപ്പനങ്ങാടി അങ്ങ് പഞ്ചാബ് വരെ റോഡുണ്ടല്ലോ, ചുമ്മാ ടകടകടകാന്ന് റബ്ബർ കൊണ്ടിടും ഞാൻ. മിക്കവാറും നടക്കും. റോഡ് പുതിയതാണെങ്കിലും വണ്ടി പഴയതല്ലേ. മണി ഈ സ്പീഡിൽ തന്നെ നിന്നോ, മണിയുടെ ആന്റിയെ ഞാൻ സെറ്റപ്പ് ചെയ്ത് തരാം. ചേട്ടാ ആർക്കാ കല്യാണം? ചേട്ടനാണോ? തെറ്റല്ലേ മോളെ, വീട്ടിൽ സീനിയർ ഉള്ളപ്പോ ജൂനിയർ എടുത്ത് ചാടുന്നത് തെറ്റാ. നടൻ മണിയല്ലേ. കൺഗ്രാസ് ഡാഡി. അല്ല എന്താ ഹീറോ? ചാറ്റിംഗ് ആണല്ലോ. പെണ്ണേതാ? ഈ ഹീറോ കീറോ എന്നൊക്കെ വിളിക്കാതെ മര്യാദക്ക് ചേട്ടാന്ന് വിളിക്കാൻ നോക്ക് കേട്ടോ. നാട്ടുകാരൊക്കെ വിളിക്കുമ്പോ എനിക്കും വിളിക്കാൻ പാടില്ലെന്നാണോ? നിന്നെ നന്നാക്കാൻ പറ്റില്ല. അല്ല എന്താ ഇത്? കേരളത്തിലെ കോളേജിൽ അഡ്മിഷൻ ആണോ? നോ, നീ ഞങ്ങളെല്ലാം വിട്ടേച്ച് അവിടെ പോയി എന്ത് ചെയ്യാനാ? ഒറ്റയ്ക്ക് താമസിക്കാനാണോ? എന്നോട് ചോദിക്കാതെ പെർമിഷൻ വാങ്ങാതെ അപ്ലൈ ചെയ്ത് തെറ്റ്. എന്തിനെങ്ങനെ എങ്കിൽ നീ ഒച്ചയിട്. എന്നെ കൊണ്ടൊക്കെ അതുകൊണ്ടാ ഞാൻ ഒച്ചയിടുന്നേ. എടാ, നിന്റെ മനസ്സിൽ നീ എന്താ വിചാരിച്ചേക്കുന്നത്? വലിയ സായിപ്പാണെന്നാണ് നിന്റെ വിചാരം? അച്ഛനും അമ്മയും പറയുന്നത് നീ അനുസരിക്കില്ല? ഇവിടുന്ന് പോകണമെന്ന് നിന്നോട് ആരാ പറഞ്ഞു തന്നത്? അച്ഛാ, ഓവർ ആക്ടിങ് കൂടി കിട്ടോ. ഓവറായോ മോളെ? അച്ഛനിപ്പോ നല്ല സമയമായതുകൊണ്ട് ചേട്ടൻ കേട്ടോണ്ടിരിക്കുക. മറുപടി പറയാൻ തുടങ്ങിയ പിന്നെ തല കുനിക്കേണ്ടി വരും. സൂക്ഷിച്ചോ. നിന്നോടൊന്നും ചോദിക്കാൻ പാടില്ല, അങ്ങനല്ലേ? അതല്ല മണി, ചുമ്മാ അടിച്ചു പൊളിക്കാന്ന് ഓർത്താ ഞാൻ അപ്ലൈ ചെയ്തേ. ഇവിടെ എന്താണ് അടിച്ചുപൊളിക്ക് കുറവ്? സിഗരറ്റ് വലിക്കണ്ട, വെള്ളം അടിക്കണ്ട, ലൈൻ അടിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? എല്ലാരും ഡൽഹിയിലേക്ക് വരാനാ നോക്കുന്നത്. നീ ഡൽഹിയിൽ നിന്ന് അങ്ങോട്ട് പോകാനാണ് നോക്കുന്നത്. അച്ഛന് കാര്യം അറിയാഞ്ഞിട്ടാ. ചേട്ടനെ ഈ ചാറ്റിംഗ് ഒക്കെ മടുത്തു പോയി. എടി, നീ കുറച്ച് ഓവർ ആവുന്നുണ്ട് കേട്ടോ, മിണ്ടായിരുന്നോ. എടാ, നീ എവിടെ, ഞങ്ങളിവിടെ. വേണോടാ ഇത്? വെറും 2 വർഷം അമ്മേ, ഓടി അങ്ങ് പോവില്ലേ? അപ്പോ നീ പോകാൻ തീരുമാനിച്ചു. അന്നാ ഒരു കാര്യം കേട്ടോ, നീ എവിടെ പോകുന്നോ അവിടെ ഞങ്ങളും വരും. അപ്പോ അടുത്ത വീട്ടിലെ ആന്റിയുടെ കാര്യം എങ്ങനെയാ? ഓക്കെ, സൈഡ് ബിസിനസ് ഒക്കെ പിന്നെ നോക്കാം. നീ വേഗം അവിടെ ചെന്ന് ഒരു പെണ്ണിനെ വളച്ചെടുത്ത് എന്റെ പേര് നിലനിർത്ത്. അയ്യോ അയ്യോ, ആരെങ്കിലും രക്ഷിക്ക്. അയ്യോ ചേട്ടാ, അവരെന്നെ കൊല്ലാൻ പറഞ്ഞു, രക്ഷിക്കോ പ്ലീസ്. അയ്യോ പ്ലീസ്, ആരെങ്കിലും. അയ്യോ ചേട്ടാ, ആരെങ്കിലും രക്ഷിക്ക്. അയ്യോ, ആരെങ്കിലും ഒന്ന് രക്ഷിക്കോ. ഇത്ര ആൾക്കാരേക്കും ആരെങ്കിലും കൊല്ലുവാ? നീ മഴ നനയണ്ട, അകത്തോട്ട് വാ. വാ ഇങ്ങോട്ട് വാ, ഒന്നും സംഭവിക്കില്ല, ഞാൻ നോക്കിക്കോളാം. ഇത് എന്നീ കാണിക്കുന്നത്? പട്ടാപ്പാ നാട്ടൂർ ഒരുത്തിനെ വെട്ടാൻ നോക്കുന്നു. പാവല്ലേ, അവനെന്ത് തെറ്റാ ചെയ്ത്? എന്താ ചെയ്തോ? ഇതുവരെ DGP-യുടെ കൊലപാതകം നടത്തിയത് ആരാണെന്ന് കണ്ടുപിടിക്കാത്ത നിങ്ങൾ ഞങ്ങളുടെ RDSC നടത്തിയ കൊലപാതകങ്ങൾ മാത്രം വാർത്തയാക്കുമ്പോ അത് കണ്ടോണ്ട് ഞാൻ വെറുതെ ഇരിക്കണോ അല്ലേ? ഇപ്പൊ ഞാൻ നിന്നെ വെട്ടി കാണിക്കണ, അത് നീ ലൈവായി ടെലികാസ്റ്റ് ചെയ്യ. ഒന്ന് നിക്ക്. എടാ, ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? എന്തിനാ ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോകുന്നു? എവിടുന്നോ ജീവിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് പോകണ്ടേ? ഇത് കണ്ടോ, എല്ലാരും കണ്ടോണ്ടിരിക്കുക. പോലീസ് പോലും നോക്കിക്കൊണ്ടാ നിൽക്കുന്നു. കണ്ടാലും പോലീസ് പോലും മൈൻഡ് ചെയ്യത്തില്ല. RDX-നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതെല്ലാം നീ ഒന്ന് മനസ്സിലാക്കണം. എന്തിനാടാ ഈ വയ്യാടിക്കുക? വേണ്ട, ഇപ്പൊ എന്ത് ചെയ്യണമെന്നാ? എന്നാ ഒരു കാര്യം, അബ്ദുള്ള, നമ്മുടെ ചേട്ടന് തടസ്സമായിട്ട് ആര് വന്നാലും അവനെ ഞാൻ തന്നെ വിട്ടു. അങ്ങനെ വേണം. കേന്ദ്ര സർക്കാരിന്റെ വണ്ടിയല്ലേ? അല്ല സാർ, എല്ലാവരും കുടുംബത്തോടെ ഇങ്ങോട്ട് വന്നിരിക്കുക? ഇവിടെ ചുറ്റിക്കറങ്ങി കാണാനായിരിക്കും. അല്ല, സ്ഥലം വാങ്ങാൻ വന്നതാ. എന്താ വിൽക്കുന്നോ? മോഹൻ ഭയങ്കര തമാശയാണല്ലോ. അതൊന്നുമില്ല, എന്നോടുള്ള ദേഷ്യം നിങ്ങളോട് കാണിക്കുന്നതാ. ദേഷ്യമൊന്നും എനിക്കില്ല. എനിക്ക് വേണ്ടി നിങ്ങൾ കൂടെ വന്ന എനിക്ക് ഇഷ്ടമായില്ല. എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? നീ ഒറ്റയ്ക്ക് കിടന്ന് ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് കരുതിയല്ലേ ഞങ്ങൾ വരുന്നത്. അതിനുവേണ്ടി ഇങ്ങനെ ട്രാൻസ്ഫർ വാങ്ങേണ്ട ആവശ്യമുണ്ടോ? ട്രാൻസ്ഫർ അല്ലടാ, ചിലപ്പോ റിസൈൻ ചെയ്തിട്ട് പോലും വന്നിരിക്കും. സാറിന് മകനെ പിരിഞ്ഞിരിക്കാൻ വയ്യാത്തോണ്ടല്ലേ? അതെ,
സാറിന് ഡൽഹിയിൽ എന്താ അത് ജോലി? ഞാൻ അതോ അടുത്ത വീട്ടിലെ ആന്റിയെ കരോട്ടെ പഠിപ്പിക്കുന്ന ജോലി. കൂടുതൽ ഇളിക്കണ്ട, നിർത്ത്. തന്നോട് പറഞ്ഞില്ലല്ലോ, താൻ എന്തിനാ നിർത്തിയേ? സാറ് പറഞ്ഞോ. ആരടോ അത്? RDX. അതൊരു വെടിമരുന്നിന്റെ പേരാണല്ലോ. വെടിമരുന്നിന് നമ്മൾ തീ കൊളുത്തിയാലേ പൊട്ടി തെറിക്കൂ. ഇവ നോക്കിയാലേ എല്ലാം പൊട്ടി തെറിക്കൂ. ഭരണകക്ഷിയുടെ MP ആണ്. അവൻ ഭരണപക്ഷമല്ല പ്രതിപക്ഷമല്ല, സർവകക്ഷിയുടെ നേതാവാ വരുന്നത്. കൊട്ടേഷൻ ടീമാണല്ലോ നാട് ഭരിക്കുന്നത്. നിക്ക് നിക്ക്, ചേട്ടൻ വരട്ടെ. ഇവൻ തുടങ്ങിയോ? ഈ കൊച്ചു പിള്ളേരുടെ സ്വഭാവം എന്നാണ് ഇവ മാറ്റിയെടുക്കുക? ഹായ് ഹായ്. എന്താടി ബുദ്ധന് പൂ വെക്കുവാണോ? എന്താ അത് പാടില്ലെന്നുണ്ടോ? ബുദ്ധനെ കുറിച്ച് അറിഞ്ഞവര് അദ്ദേഹത്തിന് ഒരിക്കലും പൂ വെക്കാറില്ല. അതൊന്നും എനിക്കറിയണ്ട. എന്നാ ഞാൻ പൂ വെക്കും. ഓ, നിന്റെ ഭ്രാന്തിൽ ഇതും പെടുവായിരിക്കും. ഇവളെ കൊണ്ട് തോറ്റു. ഇതിലൊരു ഒപ്പിട്ടെ. മാഡം തരൂ. അഞ്ജലി പോകാം. ഹലോ ഹലോ. അല്ല മിസ്റ്റർ, ഒപ്പിട്ടിട്ട് പോകാൻ പറഞ്ഞില്ലേ? ആ അഖിലാണ്ടേശ്വരി ബ്രഹ്മാണ്ട നായകി ചോറ്റാനിക്കര ഭഗവതി അമ്മേ. നിങ്ങളിരുന്നോ? അവരവര് ജോലി നോക്കിയോ? അവര് ഇന്നലെ കോളേജ് വെച്ച് ഞാൻ നിങ്ങളുടെ പേര് കേട്ടപ്പോ ശരീരമൊക്കെ ഉണ്ടല്ലോ അങ്ങോട്ട് തരിച്ചു കയറുക. നീ എന്ത് പേര്? അഖിലാണ്ടേശ്വരി ബ്രഹ്മാണ്ട നായകി ചോറ്റാനിക്കര ദേവി നിങ്ങളല്ലേ? ആ എന്താ ഞാൻ പറയുക, മോഡേൺ ആയ ഈ ലോകത്ത് രേഷ്മ, മറിയ, ഷക്കീല, അഭിലാഷ ഇങ്ങനെ പേരിടേണ്ട ഈ കാലത്ത് ഇതുപോലെ ഒരു ദൈവീകമായ പേരോ? അയ്യയ്യേ, ഇതുപോലുള്ള ചളം ഫിഗർ ഇവിടെ നിൽക്കാൻ പാടില്ല. എക്സ്ക്യൂസ് മീ, പ്ലീസ് 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 ഗോ ഗോ ഗോ. അഖിലാണ്ടേശ്വരി. അയ്യോ, എന്റെ പേര് അതല്ല, അഞ്ജലി എന്നാ. അഞ്ജലി? ഒരിലി, രണ്ടിലി, മൂന്നിലി, നാലിലി അഞ്ജലി? ആ സിനിമയിൽ അഭിനയിച്ച അഞ്ജലി? എന്തായാലും അഞ്ജലി എന്ന് പേരിട്ടിട്ട് അഞ്ജലിന്ന് 2 ട്രെയിനും 3 ബസ്സും കയറി കോളേജിലേക്ക് വരുന്നില്ലേ? പഠിത്തത്തിൽ ആൾക്ക് എന്തൊരു ഇൻട്രസ്റ്റാ. അല്ലല്ല, എന്റെ വീട് അഞ്ജലിയിലല്ല, ലിറ്റിൽ ഫ്ലവർ ചർച്ച് റോഡ്, കലൂർ. ഇവിടെ അടുത്ത് തന്നെയാ. അങ്ങനെയാണോ? അപ്പൊ രാവിലെ കോളേജിലേക്ക് ബൈക്കിൽ ഡ്രോപ്പ് ചെയ്താരാണ്? ഇയാടെ ലൈനാ? ചേച്ചേ, എനിക്ക് ലവറൊന്നുമില്ല. താങ്ക്സ്. താങ്ക്സ് എന്തിനാ പറയുന്നേ? അല്ല, നേരിട്ട് വന്ന് ഇയാൾ ആരാ എന്താന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ചൂടായിട്ട് പോയെങ്കിലും എന്ന് കരുതി ഞാൻ ഇങ്ങനെ വന്നേ. അതാ. ഇപ്പൊ എങ്ങനെയുണ്ട്? അഞ്ജലി എവിടുന്നാണ് വരുന്നത്, ഏത് സ്ട്രീറ്റ്, സ്പെഷ്യൽ നോട്ട്, ആരെയും പ്രേമിച്ചിട്ടില്ല. അയ്യോ, തെറ്റായിട്ട് വിചാരിക്കണ്ട കേട്ടോ. മഴ പെയ്യുന്ന സമയത്ത് ഇന്നലെ ഇയാളെ ഞാൻ കണ്ടു. മഴയത്ത് എന്നെ പോലെ തന്നെ ഐസ്ക്രീം കഴിച്ചുകൊണ്ട് കുട്ടികളുടെ കൂടെ അടിച്ചു പൊളിച്ചു അല്ലേ? അത് കണ്ടപ്പോ ഇയാളെ എനിക്ക് അങ്ങോട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. എനിക്കാണെങ്കിൽ ഒരു അനിയത്തി ഉണ്ട് അഞ്ജലി. ഏത് സമയം എന്നെ കളിയാക്കിക്കൊണ്ടേ ഇരിക്കോള്. ഇതുപോലെ വട്ടുപിടിച്ച ഒരു കേസ് വേറെ ആരും ഉണ്ടായിരിക്കില്ല എന്ന്. സോ എന്നെ പോലെ ഒരാളെ കണ്ട ഉടനെ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ആയി പോയി ഞാൻ. അതുകൊണ്ടാണ് നേരിട്ട് ഒന്ന് സംസാരിക്കാമെന്ന് ഞാൻ ആഗ്രഹിച്ചല്ല, വേറെ ഒന്നല്ല. എന്താ ഇവൾക്ക് വട്ടാണെന്നാണോ പറയുന്നേ? കുറച്ചു നേരം ഒന്ന് മിണ്ടാതിരുന്നാൽ നന്നായിരുന്നു. ഞാൻ എന്റെ അനിയത്തി ഒരു പ്രാവശ്യം ഒന്ന് പരിചയപ്പെടുത്തി തരാം. വേറെ ഒന്നുമല്ല കേട്ടോ, ഇതെല്ലാം ചുമ്മാ ജസ്റ്റ് ഓഫ് ഫൺ. ഒന്നും ഇയാൾ മനസ്സിൽ വെക്കണ്ട, മറന്നേക്ക്. ഓക്കെ, എന്നാ വരട്ടെ, ബൈ. ചേച്ചി കാണാം. എടി മോളെ, കൈകോട്ട്. അങ്ങനെ ഇട്ടതൊക്കെ പോയി. ആരടാ ദേവത? ദേവതയോ? ഈ വീടിന്റെ ദേവത എന്റെ ലക്ഷ്മിയമ്മയല്ലേ? ഈ ദേവതയല്ലടാ, യൂണിവേഴ്സിറ്റിയിലെ ദേവതയുടെ കാര്യമാണ്. കോളേജിൽ വെച്ച് കണ്ടപ്പോഴേ കൈകൂപ്പി തൊഴുതില്ലേ ആ ദേവത. ആരാ പറഞ്ഞേ? ഈ പിശാച്ചാണോ പറഞ്ഞേ? അതുപോട്ട് ആ ദേവതയ്ക്ക് അഭിഷേകം ചെയ്യാൻ വേണ്ടിയാണോ നീ ഈ നാട്ടിലേക്ക് വന്നത്? അയ്യോ എന്റെ മണി,
അഭിഷേകമില്ല, ഒരു അർച്ചനയില്ല. എന്റെ ടേസ്റ്റും അവളുടെ ടേസ്റ്റും ഒന്നായിരുന്നു. അതൊന്ന് സംസാരിച്ച് അത്രേ ഉള്ളൂ. എന്നാ ടേസ്റ്റ്? മണ്ണാങ്കട്ട ടേസ്റ്റ്. മഴ വന്നപ്പോ നനഞ്ഞ് കൊച്ചു പിള്ളാരെ പോലെ ഐസ്ക്രീം വാങ്ങി തിന്ന് മരം ചുറ്റി പാടി നടക്കാവുന്ന അവളോട് നീ പറഞ്ഞായിരുന്നോ? അവന്റെ ഒരു ടേസ്റ്റ് കണ്ടില്ലേ? എടാ, കോളേജിൽ പഠിക്കുന്ന പെണ്ണിനെ നോക്കി കൈകൂപ്പി തൊഴുതില്ലേ? നാണമില്ലേ ഒന്ന് നിനക്ക്? നിർത്തമ്മേ. എന്റെ അമ്മേ, കയ്യേകാലായി വീണ് പെണ്ണുങ്ങളെ കറക്കി എടുക്കുന്നതേ കെട്ടിയവന്റെ ജോലിയാണ്, എന്റെ പണിയല്ല. അതൊക്കെ വിട്ടുകളാം. പിന്നെ എന്തൊക്കെയാ പറഞ്ഞത്? എനിക്ക് അവളെ ഇഷ്ടമാന്നാ പറഞ്ഞേ, അത്ര തന്നെ. താങ്ക്സ് ഹീറോ. ആ കമ്പ്യൂട്ടർ പെണ്ണ് കോളേജിൽ എങ്ങനെ വന്നെന്ന് അറിയാൻ വേണ്ടി ഒരു ചെറിയ നാടകം കളിച്ചതാ. എന്റെ പൊന്നു മോളെ, എന്നെ ഒന്ന് വെറുതെ വിടുവോ? എടാ മോനെ, പെണ്ണിനെ കാണാൻ കൊള്ളാവോ? ആ, എന്നെക്കാളും നന്നായിരിക്കും. ഡി, ഒരു ദിവസം അവളെ വീട്ടിൽ കൊണ്ടുവരാൻ പറ. എടാ ആദി, ഒരു ദിവസം ആ പെണ്ണിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നുകൂടെ? ഓ, എന്റെ മണി, എന്താ ഇതൊക്കെ? ഇതാണ് ഒരു നല്ല ഫാമിലി അല്ലേ? നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല. ഒന്ന് അടങ്ങിയിരുന്നാ മതി കേട്ടോ. ഞങ്ങൾ അടങ്ങിക്കോളാം, നീ അവളെ മടക്കുന്നൊന്ന് കാണണം. ഹേയ്, എന്തിനാ ഇത് ചുരിദാറിന്റെ മേലെ ദുപ്പട്ടാക്കി ഇട്ടിട്ട്? അതൊക്കെ പഴയ സ്റ്റൈലല്ലേ? ഹായ്. ഹായ്. വീട്ടിൽ നിന്ന് അഞ്ജലിയെ പറ്റി ചോദിച്ചിരിക്കണമല്ലോ. നിനക്ക് എങ്ങനെ അറിയാം? നിന്റെ അനിയത്തിയോടെ ഇണക്കി കൊടുത്തത് ഞാൻ തന്നെയല്ലേ? ഫോട്ടോവും കൊടുത്തു. എന്തിനാടാ ഇതൊക്കെ? എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റൂ. ഗുഡ് മോർണിംഗ്. ഹായ്. ഹലോ. മോർണിംഗ്. ഹായ്. ഹായ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഹലോ. ഹായ്. ആരാടാ? ലെക്ചറാണോ? ഇടയ്ക്കിടയ്ക്ക് വന്നു പോകാറുണ്ട്. ചെയർമാൻ എന്നാ തോന്നുന്നു. തങ്കപ്പെട്ട മനുഷ്യനാ. ഈഗോ ഒന്നുമില്ലാതെ എല്ലാവരോടും ഫ്രണ്ട്ലി ആയിട്ട് ഇടപഴകും. മാത്രമല്ല പെണ്ണുങ്ങൾക്കൊക്കെ വളരെ ഈ ലോകത്ത് എന്തെങ്കിലും നല്ലതുണ്ടെങ്കിൽ ചീത്തയും കൂടെ ഉണ്ടായിരിക്കും. അതാ ലോകത്തിന്റെ കിടപ്പ്. ഇങ്ങനെ ഒരു ഉടായിപ്പിന്റെ കൂടെ ഉത്തമന്മാരും ഉണ്ടല്ലോ ദൈവമേ. സുഖമാണ് ക്ലാസ് ഒക്കെ എങ്ങനെ പോകുന്നു? ഇങ്ങോട്ട് വന്നത് ഫോട്ടോ എടുക്കണല്ലേ? ഫോട്ടോ ഇപ്പൊ ഞാനെടുത്ത ഫോട്ടോ എല്ലാരും കാണിക്ക. ഈ ഫോട്ടോ SMS അയക്കടാ. ആദ്യം നിന്റെ അമ്മയുടെ ഫോട്ടോ എടുക്കടാ. അനിയത്തിയുടെയും ചേച്ചിയുടെ എടുക്ക. ഈ കോളേജിലെ നേതാവ് നീയാണോടാ? നേതാവാണല്ലേ നീ? വെള്ള കളറ്, വില കൂടിയ ഷർട്ട് ഇട്ടാ നല്ലവനാകൂ നീ. ഇത് നോക്ക്, ഗെറ്റപ്പ് മാത്രം നന്നായാ പോരാ, ക്യാരക്ടർ നന്നായിരിക്കണം. എന്തിനാ ഇവിടെ വണ്ടി നിർത്തിയേ? ജപ്പാൻകാരൻ വണ്ടി കണ്ടുപിടിച്ചെന്ന് പറഞ്ഞിട്ടെന്താ? അത് അമ്പലത്തിൽ കൊണ്ടുപോയി പൂജ ചെയ്യാൻ നമ്മളല്ലേ കണ്ടുപിടിച്ചത്. വണ്ടിക്ക് ഒരു പൂജ നടത്തിയിട്ട് പോയാലോ? ഇപ്പൊ എന്തിനാ പൂജ? വണ്ടിക്കൊന്നും സംഭവിക്കണ്ടെന്ന് കരുതിയാ. ഓഹോ, അപ്പൊ നിനക്ക് സംഭവിച്ച കുഴപ്പമില്ലല്ലോ. എനിക്കൊന്നും ആവാതിരിക്കാൻ വേണ്ടിയാ. അങ്ങനെയെങ്കിൽ വണ്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാ? വണ്ടിക്കും എനിക്കൊന്നും സംഭവിക്കാണ്ടിരിക്കാൻ വേണ്ടിയാണെന്ന്. അപ്പൊ എതിരെ വരുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാ? അവൻ മുൻകൂട്ടിയെ പൂജ ചെയ്തിട്ടായിരിക്കുമല്ലോ വരുന്നത്. അതെങ്ങനെ നിനക്കറിയാം? എടാ, അവൻ പൂജയോ ഭജനയോ അതാണ് നമുക്കിപ്പോ പ്രധാനം. നമ്മുടെ വണ്ടിക്ക് പൂജ ചെയ്യാന്ന്. അത് പിന്നെ വണ്ടി നിന്റെ നേരെ വരുമ്പോ ഒരു ചെറിയ തേങ്ങ മേടിച്ച് വണ്ടിക്ക് പൂജ ചെയ്യുന്നതിനാണോ ഇൻകം ടാക്സ് ചോദ്യം ചെയ്യുന്ന പോലെ ചോദിക്കുന്നത്? ആ പൂജ എനിക്ക് വേണ്ട, നിന്റെ തേങ്ങ എനിക്ക് വേണ്ട, എന്തിനീ ബൈക്ക് പോലും എനിക്ക് വേണ്ട. എന്നെ വിട്ടേക്കടാ, എങ്ങനെ പോണെന്ന് എനിക്കറിയാം. ഇവന്റെ തലയ്ക്ക് നല്ല സുഖമില്ല. ബുള്ളറ്റ് നടന്നു പോവാനോ? ഏയ്, ഒക്കെ പുതുവണ്ടി തീസ്കോറാ. ഈ വണ്ടിക്കാരിക്കോ? വല്ലാണ്ട് പഴയതാണല്ലോ. അയ്യോ അല്ലല്ല, പുതിയതാ. ഞാൻ വണ്ടിയല്ല പറഞ്ഞത്, ബുള്ളറ്റ് മൊപ്പടി പോകുന്ന ചരിത്രം എഴുതി വെച്ചോടാ. ഈ ബിസ്ക്കറ്റ് കഴിക്കുമോളെ? എനിക്ക് ചോക്ലേറ്റ് ആണ് വേണ്ടത്. നല്ല കുട്ടിയല്ലേ, കഴിക്കേ. പറയുന്നത് കേക്കുമോ? സൺഫീസ്റ്റ് നല്ല ബിസ്ക്കറ്റാ, കഴിച്ചോ മോളെ നീ? ഹൈ, സൺഫീസ്റ്റ് മിൽക്കി മാജിക്. താങ്ക് യു അങ്കിൾ. ബൈ.
എടി അവിടെ ഇരിക്കുന്ന നമ്മുടെ ആദിയല്ലേ? എന്തിനാ സംശയിക്കുന്നത്? അവൻ തന്നെയാ ഇരിക്കുന്നത്. അവൻ എന്തിനാ അവിടെ പോയിരിക്കുന്നത്? അവൻ അമ്പലത്തിലൊക്കെ വരുന്നുണ്ടോ? എടി ഇവളെ ഹാഫ്സാരി പാവാടെ ഉടുപ്പിച്ചുകൂടായിരുന്നു? അവള് കൊച്ചല്ലേ, സാരമില്ല. അച്ഛാ അച്ഛാ, ഞാൻ പറഞ്ഞില്ലേ ബുള്ളറ്റ് ചേട്ടൻ ഒരു ഫോട്ടോ കാണിച്ചത് കോളേജിലെ, ആ പെണ്ണാ അത്. അപ്പൊ സാർ ഇതിനു വേണ്ടിയാണ് അമ്പലത്തിൽ വരുന്നതല്ലേ? ഹലോ, ആരാ? ഇതെന്താ ഇത്ര വേഗം എന്നെ അങ്ങ് മറന്നുപോയോ? ഇന്നലെ കോളേജിൽ വെച്ച് അന്ന് നിങ്ങളല്ലേ എന്നോടെല്ലാം മറന്നേക്കാൻ പറഞ്ഞത്? ഞാൻ മറന്നു. അർച്ചനയാണ്, അഭിഷേകമാണ്. ഇതൊന്നും നമുക്ക് ശീലമല്ല. മണി സാർ, സാർ എന്താ ഇവിടെ? സാറിനോട് ഞാൻ ചോദിക്കേണ്ട ചോദ്യമല്ലേ അത്? മോതിരം മാറ്റാനാണോ അതോ നേരിട്ട് രജിസ്ട്രേഷൻ ആണോ? മണി, ഇതെന്റെ ഫ്രണ്ടാണ്, ഇതെന്റെ പേരൻസ്. സിവിൽ എഞ്ചിനീയർ, ഇവള് ഹൗസ് വൈഫ്. ഞാൻ പറഞ്ഞില്ലേ, ഇതാ എന്റെ അനിയത്തി. ഓ, അന്ന് നമ്മൾ മഴയത്ത് ഐസ്ക്രീം കഴിച്ചത് കളിയാക്കിയത് ഇവളാണോ? രണ്ടുപേരുടെയും ടേസ്റ്റ് ഒന്നായതുകൊണ്ടല്ലേ സെറ്റ് ആയത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അതായത് ചാറ്റിംഗ്, ഡേറ്റിംഗ്, അങ്ങനെ. എന്ത് ചാറ്റിംഗ്, ഡേറ്റിംഗ്? മണി, അയ്യോ, ഒന്ന് ചുമ്മാ ഇരിക്കുന്നത്. ഒന്നുമില്ല, നമ്മുടെ ഫ്രണ്ട്ഷിപ്പില്ലേ അതിനെ കുറിച്ച് പറഞ്ഞതാ. ഞങ്ങളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഇല്ലല്ലോ. ഞങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ഒന്നും അറിയില്ലെങ്കിലും നിങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് എല്ലാം അറിയാലോ. എന്തറിയാന്നാ? പൊന്നു മോളെ, ഞാൻ വേണേ കാല് പിടിക്കാം, കുറച്ചു നേരം ഒന്നും മിണ്ടാതിരിക്കോ? ഈയൊക്കെ പൂജയ്ക്ക് സമയമായി. ചെല്ലു ചെല്ലു. ആദ്യം നിൽക്കാം, പറഞ്ഞു വിടാൻ വരട്ടെ. മോടെ പേരെന്താ? അഞ്ജലി. അഞ്ജലി, ദീർഘായുസായിരിക്കണം. ഇന്നു മുതൽ നീ ഞങ്ങളുടെ കുടുംബത്തിലെ അംഗമാണ്. മോള് വീട്ടിലേക്കൊന്ന് വരാം. നിങ്ങളുടെ വീട്ടിലേക്കോ? അതെന്താ, ഞങ്ങളുടെ വീട്ടിലൊന്നും വരില്ലേ? തീർച്ചയായിട്ടും വരാം. എനിക്ക് പെണ്ണിനെ നല്ലവണ്ണം അങ്ങ് ഇഷ്ടപ്പെട്ടു. അടുത്ത മുഹൂർത്തത്തിൽ തന്നെ മണി ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ?